ഹായ്, ക്രൈം ത്രില്ലർ ഇഷ്ടമാണോ? എന്നാൽ ബെസ്റ്റ് 5 ക്രൈം ത്രില്ലർ സീരീസ് ഇതാ പിടിച്ചോ. ഇതിൽ ലാസ്റ്റ് വൺ എന്തായാലും കാണാതിരിക്കില്ല. അഞ്ചാമത്തെ ദ ഹാർഡ് എന്ന് പറയുന്ന സീരീസാണ്. പാവപ്പെട്ട പെണ്ണുങ്ങളെല്ലാം കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. എന്നാൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഇവരുടെ കയ്യിലുള്ള സ്വർണവും പണവും എല്ലാം എടുത്തിട്ട് ഇവരെ കൊല്ലുകയും ചെയ്യുന്നു. ഇങ്ങനത്തെ സൈക്കോ കില്ലറിനെ ഒരു വനിതാ പോലീസ് ഓഫീസർ കണ്ടുപിടിക്കുന്നതാണ് സീരീസിന്റെ സ്റ്റോറി. ഇതൊരു 7 എപ്പിസോഡുള്ള സീരീസാണ്. ഇതിന്റെ രണ്ടാമത്തെ എപ്പിസോഡിൽ തന്നെ നമുക്ക് മനസ്സിലാവും കൊലകാരൻ ആരാന്നുള്ളത്. പക്ഷെ എന്തിനാണ് ഇയാൾ ഇങ്ങനെ കൊല ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇയാളെ പിടിക്കുന്നതെന്നാണ് ഈ സീരീസ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ സ്ക്രീൻ പ്ലേ നമ്മൾ സ്ക്രീനിൽ നിന്ന് മാറ്റാത്ത രീതിയിൽ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ക്രൈം ത്രില്ലർ സീരീസ് തന്നെയാണിത്. 2 महीने हो गए यहाँ पड़े, अभी तक कोई नहीं आया पूछने। सर, जिस आदमी ने इन छोरियों को भगाया है उसी ने इनको जहर खाने को राजी किया है। तुम्हारा मतलब है कि ये सब अकेले एक आदमी का काम है? നാലാമത്തെ ബ്രീത്ത് എന്ന് പറയുന്ന സീരീസാണ്. മുംബൈ സിറ്റിയിൽ AB നെഗറ്റീവ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആൾക്കാരെല്ലാം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ വേറൊരു ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരിക്കുന്നവരെല്ലാം ഓർഗൻ ഡോണേഴ്സ് ആണ്. ഇവർ ആരാണ് കൊല്ലുന്നത്, എന്തിനാണ് കൊല്ലുന്നതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു പോലീസ് ഓഫീസറിനെ നിയമിക്കുന്നു. ആ പോലീസ് ഓഫീസറിൻ്റെ ഫാമിലി ഒരു വലിയൊരു ഇഷ്യൂ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ആ ഇഷ്യൂന്ന് ആ പോലീസുകാരൻ എങ്ങനെ പുറത്തേക്ക് വരണം, അതുപോലെ തന്നെ ഈ സീരിയൽ കില്ലറിനെ കണ്ടുപിടിക്കാൻ വേണം. ഇതൊക്കെയാണ് ഈ സീരീസ് കാണിക്കുന്നത്. ഈ സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് തീർക്കാതെ എഴുന്നേക്കാൻ പറ്റത്തില്ല. അതുപോലത്തെ നല്ലൊരു സീരീസ് ആണ്. ये mascarenas खटक रहा है मुझे. There is something in this case, sir. We have to chase it. It's coincidence. इन तीनों में से कोई भी हो सकता है उसका अगला विक्टिम. धीरे धीरे सब मर रहे हैं. മൂന്നാമത്തത് ഡൽഹി ക്രൈം എന്ന് പറഞ്ഞ സീരീസാണ്. 2012 നിർഭയ കേസ് നമ്മൾ ആരും മറന്നു കാണത്തില്ല. എന്നാൽ ആ കേസിൻ്റെ റേപ്പിസ്റ്റുകളെ എങ്ങനെയാണ് പിടിക്കുന്നത്, അതിന് പോലീസുകാർ എന്തുമാത്രം എഫേർട്ട് എടുക്കുന്നുണ്ടെന്നൊക്കെയാണ് ഈ സീരീസ് പൊതുവെ കാണിച്ചു പോകുന്നത്. ഇതൊരു നല്ലൊരു സീരീസാണ്. ഇതിനെ അഭിനയിച്ച എല്ലാവരും അടിപൊളിയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് സ്പെഷ്യലി ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി ഷൂട്ട് ചെയ്തെന്നുള്ള. അതുകൊണ്ട് നമുക്ക് ആ പഴയ ഫീൽ ആ സീരീസിൽ ഇപ്പോഴും കാണാൻ പറ്റും. ഈ സീരീസിൽ പോലീസുകാരുടെ പ്രോബ്ലംസും അതുപോലെ തന്നെ ഈ ക്രിമിനൽ മൈൻഡ് എന്താണെന്നൊക്കെ ഈ സീരീസിൽ നല്ല വൃത്തിയായിട്ട് കാണിക്കുന്നുണ്ട്. एक माँ से एक माँ की रिक्वेस्ट, प्रॉमिस कीजिए मुझे उन सबको सिर्फ फांसी ही होगी। I promise. രണ്ടാമത്തത് പാതാൾ ലോക് എന്ന് പറയുന്ന സീരീസാണ്. ഡൽഹിയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റിനെ കുറച്ച് ആൾക്കാർ കൊല്ലാൻ വരുന്നു. ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ പോലീസുകാർ ആ കൊലപാതകയെ കണ്ടുപിടിക്കുന്നു. സിമ്പിൾ. പക്ഷെ പിന്നീട് ഈ കൊല്ലാൻ വന്ന ആൾക്കാരുടെ ബാക്ക് സ്റ്റോറിയും എന്തിനാണ് ഇവർ കൊല്ലാൻ വന്നതെന്നും ഈ ജേർണലിസ്റ്റിൻ്റെ ബാക്ക് സ്റ്റോറി ഇതൊക്കെയാണ് ഈ സീരീസ് കാണിക്കുന്നത്. ഈ സീരീസിൽ ഒരുപാട് ലേയേഴ്സ് ഉണ്ട്. ആ ലേയേഴ്സ് എല്ലാം നിങ്ങൾ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സ്ക്രീനിൽ നിന്ന് എഴുന്നേക്കാൻ തോന്നില്ല. അതുപോലത്തെ സൂപ്പർ എക്സ്പീരിയൻസ് ആണ് ഈ സീരീസ് നമുക്ക് തരുന്നത്. നമ്മൾ വിചാരിക്കും ലോകത്തിൽ ഇങ്ങനെയും ആൾക്കാരുണ്ടോ എന്ന്. ഒന്നാമത്തത് അസുർ എന്ന് പറയുന്ന സീരീസാണ്. ഈ സീരീസിനെ പറ്റി ഞാൻ എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവത്തില്ല. കാരണം പേഴ്സണലി എനിക്ക് ഈ സീരീസ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു രാക്ഷസന്റെ മുഖംമൂടിയും വെച്ചുകൊണ്ട് ആൾക്കാരെ കൊല്ലുന്നു, അതും റാൻഡം ആൾക്കാരെ കൊല്ലുന്നു. അങ്ങനത്തെ ഒരു സീരിയൽ കില്ലറിനെ കണ്ടുപിടിക്കാൻ വേണ്ടി 2 ഓഫീസറിനെ നിയമിക്കുന്നു. ഇവർ 2 പേർക്കും അന്വേഷിക്കുന്ന രീതി രണ്ടാണ്. അതുകൊണ്ട് ഇവർ തമ്മിൽ പല ഈഗോ ക്ലാഷസും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ സീരിയൽ കില്ലർ ആണെങ്കിൽ ഇതൊക്കെ കണ്ട് ചിരിക്കുകയും ഇവരെ വട്ടാകുകയും ചെയ്യുന്നു. പിന്നീട് ഈ സീരിയൽ കില്ലറിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതോ കണ്ടുപിടിക്കാൻ പറ്റുമോ, ഇതൊക്കെയാണ് ഈ സീരീസിൽ കാണിക്കുന്നത്. ഈ സീരീസിൽ പല ഷെയ്ഡ്സും ഉണ്ട്. ഈ ഷെയ്ഡ്സ് എല്ലാം നമ്മൾ ഓരോന്നോരോന്ന് ചിന്തിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ സീരീസ് നമ്മളോട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ഇത് മസ്റ്റ് വാച്ച് ഒരു സീരീസാണ്. ഈ സീരീസിന്റെ 2 സീസൺ ഇറങ്ങിയിട്ടുണ്ട്. 3ാമത്തെ സീസൺ അനൗൺസ് ചെയ്തിട്ടുമുണ്ട്. Random people. Random gender. The fuck kind of serial killings are these? ഇതായിരുന്നു 5 സീരീസ്. ഇതുപോലത്തെ മൂവീസും സീരീസിനും വേണ്ടി നിങ്ങൾ ഫ്രീ ആയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. കാരണം അടുത്ത വീഡിയോയിൽ ഞാൻ വേറൊരു ലിസ്റ്റ് ഓഫ് സീരീസ് ആയിരിക്കും അല്ലെങ്കിൽ സിനിമയായിരിക്കും കൊണ്ടുവരുന്നത്.